നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിലൊക്കെ എല്ലാ കാലത്തും പൂവുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൽ സ്ഥിരമായിട്ട് പൂക്കളുണ്ടാവും. ആദ്യമായി തന്നെ നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സ് ഹാങ് ചെയ്യുകയാണെങ്കിലും അല്ല നമ്മൾ ചട്ടിയിൽ താഴെ വെക്കുകയാണെങ്കിൽ പോലും ഒരു 10-11 മണി വരെയുള്ള വെയിൽ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമുള്ള ഒരു വെയിൽ, അത് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ബ്രൈറ്റ് ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് കിട്ടും. കൂടാതെ തന്നെ നമ്മൾ ഇതിന് കൊടുക്കുന്ന വളം, ഞാൻ ജൈവവളം മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്, അല്ലാത്ത വളങ്ങളാണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കണമെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏത് കൊടുക്കുകയാണെങ്കിലും നമ്മൾ അത് എല്ലാ കാലവും കൃത്യമായിട്ട് ഇൻ്റർവെല്ലുകളിൽ അത് കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം കുറച്ച് കാലം കൊടുക്കുക, പിന്നെ കുറേ കാലം കൊടുക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൽ ഫ്ലവറുകൾ ഉണ്ടാവില്ല. കാരണം എനിക്ക് കഴിഞ്ഞൊരു വർഷം അനുഭവം ഉണ്ടായതാണത്. കൃത്യമായിട്ട് ഞാൻ ഫെർട്ടിലൈസർ കൊടുക്കാതിരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഓർക്കിഡ്സിൽ ഫ്ലവറുകളെ അധികം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ്സിനെ നമ്മൾ ശീലിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതുപോലെ കൃത്യമായിട്ട് അതിൻ്റെ ഫ്ലവറിങ്ങിന് ഒരു ഗ്രോത്തായ പ്ലാന്റ് ആണെങ്കിൽ പിന്നെ നമ്മളതിന് ഗ്രോത്തിന് വേണ്ടിയിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്ലാന്റ്സുകളെല്ലാം തന്നെ വെച്ചിരിക്കുന്ന വെറും ചകിരി മാത്രം വെച്ചിട്ടാണ്. വെറും ചകിരി, നമ്മൾ തേങ്ങ പൊളിച്ചിരിക്കുന്ന ചകിരി ഡയറക്റ്റ് അതിനെ കഴുകുക അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ രീതിയിലുള്ള തേങ്ങ പൊളിച്ചതിൻ്റെ ചകിരി വെച്ചിട്ടാണ് ഞാനതൊരു വീഡിയോ മുൻപ് ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ് പോട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ കൃത്യമായിട്ട് നമ്മളത് വെച്ച് നമ്മുടെ ഈ പ്ലാന്റ് ടൈറ്റായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ചകിരിയിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഈ ചകിരിക്ക് ഇങ്ങനെ ഒരു നനവ് നിൽക്കുകയാണല്ലോ, ചകിരി മാത്രമാണല്ലോ അതിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിങ്ങനെ ഒരു കുതിർന്നൊരവസ്ഥയിൽ വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ വെക്കുന്നതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഞാനതിനെ റീപോർട്ടിങ് ചെയ്യാറുണ്ട്. അപ്പോൾ വർഷത്തിലൊരിക്കൽ റീപോർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ കൃത്യ ഇൻ്റർവെല്ലുകളിൽ നമ്മളിതിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക. അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് എല്ലാ കാലത്തും നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ പൂക്കളുണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ വളം എപ്പോഴും വെള്ളമാണെങ്കിലും വളമാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ലീഫുകളിൽ എല്ലാ സ്റ്റെമ്മിലും, ഫ്ലവറിൽ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്, ആ ലീഫിൽ ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ നനയ്ക്കാനായിട്ട്. എല്ലാ സ്റ്റെമ്മിലും നമ്മൾ കൊടുക്കണം. ഇനിയിപ്പോൾ മഴയുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് നനയ്ക്കേണ്ട കാര്യമില്ല. മഴയുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും ഒരു പ്രശ്നമൊന്നുമില്ല. ഓർക്കിഡ് നല്ല രീതിയിൽ തന്നെ നമുക്കത് വളർന്ന് കിട്ടും. ചീഞ്ഞങ്ങനെ കേടൊന്നും പോകുന്നില്ല. പക്ഷേ ഫ്ലവറുകൾ മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ്സ് എങ്ങനത്തെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് നോക്കുക. കൃത്യമായിട്ട് ഇത് ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ഫ്ലവർ ഉണ്ടാവുന്ന, നോർമലി ശരിക്കും നമ്മൾ അധികം കെയർ ചെയ്യാത്തൊരു ഓർക്കിഡിൽ അല്ലെങ്കിൽ നിറയെ ഓർക്കിഡിൽ ഫ്ലവർ ഉണ്ടാകുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മുതലുള്ള ഒരു ടൈമിലാണ് നിറയെ ഇതിൽ ഫ്ലവറുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ തൊട്ട് ഇത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ്സിൽ ഫ്ലവറുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് എൻ്റെ ഒരു അറിവ് ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ പ്ലാന്റ്സിൽ ചെയ്തിരിക്കുന്നതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.